മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പ്രബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മഞ്ചേരി പോലീസാണ് പ്രബിനെ കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുംപാടം സ്വദേശിയായ വിഷ്ണുജയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനെതിരെ യുവതിയുടെ മരണത്തിൽ കുടുംബം വന്നതോടെയാണ് ഇപ്പോൾ കൂടുതൽ നടപടി സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ആരോപണം നിഷേധിച്ച് പ്രബിൻ്റെ കുടുംബം രംഗത്തെത്തി. പ്രബിനും ഭാര്യ വിഷ്ണുജയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ കാരണം അറിയില്ലെന്നും പ്രബിൻ്റെ വീട്ടുകാർ പറഞ്ഞു. സ്ത്രീധനം ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ലെന്നും പ്രബിൻ്റെ വീട്ടുകാർ വ്യക്തമാക്കി. എന്നാൽ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് കടുത്ത മാനസിക പീഡനമാണ് മകൾ നേരിട്ടതെന്ന് വിഷ്ണുജയുടെ അച്ഛൻ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് ആഴ്ചകൾക്കകം തന്നെ പ്രബിൻ പീഡനം തുടങ്ങി. ജോലിയില്ലാത്തതിൻ്റെ പേരിലായിരുന്നു പീഡനം. അച്ഛനെയും അമ്മയെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മകൾ എല്ലാം മറച്ചുവെച്ചു. മകളെ ചീത്ത വിളിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ പക്കലുണ്ട്. ശാരീരികമായും മകളെ പീഡിപ്പിച്ചിരുന്നുവെന്നും ശരീരത്തിലെ പാടുകളെക്കുറിച്ച് കൂട്ടുകാരി പറഞ്ഞിരുന്നുവെന്നും അച്ഛൻ പറയുന്നു. പണം ഞങ്ങൾ തരും. സൗന്ദര്യം കുറവാണെന്നും ജോലിയില്ലെന്നും സ്ത്രീധനം കുറഞ്ഞു പോയെന്നും പറഞ്ഞ് വിഷ്ണുജയെ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നതായി കുടുംബം ആരോപിച്ചിരുന്നു. ഇതിനെല്ലാം ഭർത്താവിൻ്റെ ബന്ധുക്കൾ കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട്. ഭർത്താവിനും കുടുംബത്തിനും എതിരെ നടപടി വേണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 2023 മെയ്യിലാണ് വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രബിനും തമ്മിലുള്ള വിവാഹം നടന്നത്. സ്ത്രീധനം കുറഞ്ഞു പോയെന്നും ജോലി ഇല്ലെന്നും പറഞ്ഞ് ഭർത്താവ് വിഷ്ണുജയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഇതിനെല്ലാം ഭർത്താവിൻ്റെ ബന്ധുക്കൾ കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട്. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നാണ് വിഷ്ണുജയുടെ കുടുംബത്തിൻ്റെ ആവശ്യം. മൂന്നാമതൊരാൾ ഇടപെട്ടാൽ തനിക്ക് പ്രശ്നമാണെന്നും അതൊക്കെ താൻ തന്നെ ശരിയാക്കുമെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നതായി പിതാവ് പറയുന്നു. അച്ഛൻ ഇടപെടേണ്ട കാര്യം വരുമ്പോൾ പറയാം എന്നാണ് പറഞ്ഞത്. എൻ്റെ കുട്ടിയെ മർദ്ദിക്കാറുണ്ടെന്നൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞത്. ക്രിമിനൽ സ്വഭാവമാണ് അവന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നതടക്കം ഇപ്പോൾ പുറത്തു വരികയാണ്. സൗന്ദര്യമില്ലെന്ന് ഉൾപ്പെടെ കാരണമായി പറഞ്ഞു. അവൻ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പെൺകുട്ടിയുടെ അച്ഛൻ വിശദമാക്കി. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.